അഭിനയവും അവതരണവും വ്ലോഗുമൊക്കെയായി സജീവമാണ് ജീവയും അപർണയും. ക്യാബിൻ ക്രൂ ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ അപർണ കണ്ടന്റ് ക്രിയേഷനുമായി ആക്റ്റീവാണ്. ഏറെ ആസ്വദിച്ചാണ് വ്ലോഗ് ചെയ്യുന്നതെന്ന് അപർണ തന്നെ പറഞ്ഞിരുന്നു. ജീവിതത്തിലെ വിശേഷങ്ങളും പ്രൊഫഷനിലെ കാര്യങ്ങളുമെല്ലാം വ്ലോഗുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. പഴയ ചാനൽ അവസാനിപ്പിച്ച് പുതിയത് തുടങ്ങി നിമിഷനേരം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയിരുന്നു ഇവർ. മുൻപത്തെ പോലെ ഇനിയും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു. പുതിയ ചാനലിലൂടെയായി പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ജീവയും അപർണയും. ഇസ്താംബുൾ യാത്രയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പങ്കിടുന്നു. അപർണയ്ക്ക് നൽകിയൊരു സർപ്രൈസിനെ കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപർണയ്ക്ക് നൽകിയ സർപ്രൈസിനെ കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ രാജകുമാരിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞായിരുന്നു ബൊക്കെയുമായി ജീവ അപർണയ്ക്ക് അരികിലേക്ക് എത്തിയത്. ഇത് അവൾക്ക് ഇഷ്ടമാവുന്നും ഉറപ്പാണെന്നും ജീവ പറയുന്നുണ്ടായിരുന്നു. ഷിട്ടു എന്ന് വിളിച്ച് ബൊക്കെ നൽകിയപ്പോൾ അതീവ സന്തോഷത്തോടെയായിരുന്നു അപർണ അത് സ്വീകരിച്ചത്. അപർണ തോമസിനോട് ജീവ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നായിരുന്നു ജീവ നൽകിയ ക്യാപ്ഷൻ. അപർണയായിരുന്നു ആദ്യം കമൻറ്റുമായി എത്തിയത്. ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതിൽ സങ്കടം തോന്നിയിട്ടില്ലെന്ന് രണ്ടുപേരും പറഞ്ഞിരുന്നു. ചേരുന്ന ഒരാളെ കിട്ടിയാൽ നേരത്തെ കല്യാണം കഴിക്കുന്നത് തെറ്റില്ല. വൈകിപ്പോകുന്നതോ നേരത്തെ ആവുന്നതോ അല്ല വിഷയം. പാർട്ട്ണർ എങ്ങനെയാണ് എന്നതാണ് പ്രധാനം. എന്നെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ കൂടി നല്ലതായത്. സീറോയിൽ നിന്നല്ല മൈനസിൽ നിന്നും തുടങ്ങിയവരാണ് ഞങ്ങൾ. പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെയുണ്ടായിരുന്നു ആദ്യം. എല്ലാം നേരിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പരസ്പര വിശ്വാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്പേസും പരിഗണിക്കാറുണ്ട്. ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. കുഞ്ഞുങ്ങളായില്ലേ, വേണ്ടെന്ന് വെച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഞങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, മറ്റുള്ളവരോട് ചർച്ച ചെയ്യണമെന്നില്ലല്ലോ. എങ്ങനെയാണ് മറ്റൊരാളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന കാര്യത്തിൽ അത്ഭുതമാണ്. മറ്റൊരാളുടെ സ്വകാര്യതയിലെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ കൈയടത്താറില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു.